ഹലോ ഗൈസ്, ഇന്നിപ്പോൾ കുറച്ച് ദിവസത്തെ വീഡിയോസ് ഇടാത്തതുകൊണ്ട് എല്ലാം കൂടി ഞാൻ ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു. ഇതാണ് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുന്നതിൽ ഫസ്റ്റ് ഡേ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ ഓഫ് കോളേജാണ്. ഞാൻ റെഡിയായി കോളേജിൽ പോയി. നമുക്ക് പ്രൊജക്റ്റ് വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്ക് റൂം ബുക്ക് ചെയ്യാം ലേണിംഗ് സെൻറ്ററിൽ. അങ്ങനെ റൂം ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് എൻ്റെ വൈഫൈ കണക്റ്റ് ആവുന്നുണ്ടായില്ല ഗൈസ്. എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ അപ്പുറത്ത് ബിൽഡിംഗ് 1 പോയി അലോഹയിൽ പോയി വൈഫൈ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ച് കഫറ്റീരിയയിൽ വന്നിരിക്കുന്ന ഒറ്റയ്ക്ക്. കാരണം ഇന്ന് എൻ്റെ കൂടെയുള്ളവർക്ക് പനി പിടിച്ചുകൊണ്ട് അവൾ വന്നിട്ടില്ല. അങ്ങനെ വൈഫൈ സെറ്റാക്കി വീണ്ടും ഞാൻ ക്ലാസ്സിൽ ലേണിംഗ് സെൻറ്ററിൽ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെല്ലാവരും വന്നു. നമ്മുടെ ടീം ഡിസ്കഷൻ ടൈമായിരുന്നു. നമ്മളത് ഡിസ്കസ് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കുറച്ച് നേരം സങ്കടപ്പെട്ടൊക്കെ വിഷമിച്ചൊക്കെ ഇരുന്ന് മോന്തേക്ക് നോക്കി. വേറെ പണിയൊന്നുമില്ല. പക്ഷേ നാളത്തെ ടീം പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അങ്ങനെ അതിൻ്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതും കാര്യങ്ങളും ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അയക്കുവാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചു. എനിക്ക് സൗണ്ട് കുറവാന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും. സൗണ്ട് കുറവാണ് ഗൈസ്, ഇവിടെ ഭയങ്കര തണുപ്പാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ബ്രെഡും പിടിച്ചിറങ്ങി. ഫുഡ് കഴിക്കലൊന്നും ഇല്ല, ആകെ 2 ബ്രെഡും പിടിച്ചിറങ്ങൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബ്രെഡൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ബസ് വരാറായി. ചുണ്ടിലൊക്കെ ഇരിക്കുന്നുണ്ടോയെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് തുടച്ചൊക്കെ കളയാനുണ്ടോയെന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ കുടിച്ചിരിക്കുന്നുണ്ട്. കാരണം ആൾക്കാർ മൊത്തം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയും ഫുഡ് കഴിച്ച് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പിന്നെ വേറെ വഴിയൊന്നുമില്ല ഗൈസ്. കാരണം എണിക്കാൻ ലേറ്റാവും എപ്പോഴും. വീട്ടിലും കൈകി എഴുന്നേറ്റ് ഇതിപ്പോൾ ഒരു ശീലമായി. നേരത്തെ എണിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല, പ്രത്യേകിച്ച് തണുപ്പത്ത് ഒട്ടും നടക്കില്ല. ഇവിടെ എല്ലാവരും സിഗരറ്റും ഇതൊക്കെ വലിച്ചുകൊണ്ട് നിൽക്കുക. തണുപ്പ് കാരണം കൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. സിഗരറ്റ് വലിക്കാൻ പഠിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. എന്നിട്ട് എന്ത് എല്ലാ ദിവസത്തെയും പോലെ തന്നെ വീണ്ടും കോളേജിൽ പോകണം. ഇന്ന് എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട്. എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാവരും ഞാനാണ് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പറയുന്നത്. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോയിന്റുകൾ അവർക്ക് പറയാനുള്ളത്. പക്ഷെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും അങ്ങനെയല്ല. ഒടുക്കത്തെ തണുപ്പാണെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ സംഭവം കിട്ടി. അവളത് ഊതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിൽക്കുന്ന പിള്ളേരൊക്കെ നോക്കുന്നു. അവരെന്തോ ഇങ്ങനെ ഇത് വെച്ച് ഊതും. ഇത് ഊതിക്കഴിഞ്ഞ് ഇതിന്റെ സാധനങ്ങൾ പറക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന പോലെ നിൽക്കുന്നു. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, ഈ പിള്ളേരെന്താ ഇതൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി കോളേജിലേക്ക് പോകാൻ പോവാണ്. കുറച്ചധികം ടൈമുണ്ട്. നമ്മളെ വീട് ഇപ്പം ഇത്തിരി ദൂരെ ആയതുകൊണ്ട് ഇത്രയധികം ടൈമുണ്ട്. നമ്മളടുത്ത മാസത്തേക്ക് പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം കോളേജിൽ നിന്ന് ലഞ്ച് വാങ്ങിച്ചു ഗൈസ്. ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരുന്നു. ഡെസേർട്ടായിട്ട് വാങ്ങിച്ചത് ഒരു ചോക്ലേറ്റ് പുഡിംഗ് പോലത്തെ സംഭവം. അത് നല്ലതായിരുന്നു. ഇവിടുത്തെ ചോക്ലേറ്റിനൊക്കെ ഇത്തിരി കയ്പ്പ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഫിഷ് നമ്മളിപ്പോൾ അൽഫാമല്ല, മന്തിക്കൊക്കെ ചിക്കൻ ഇത് സ്റ്റീം ചെയ്യില്ലേ, അതുപോലത്തെ ഫിഷ്. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് മുളക് പൊടി ഇട്ടേക്കുന്നു. എനിക്കതാ മനസ്സിലായത്. പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ മസ്റ്റാർഡ് സോസോ അങ്ങനെ എന്തോ ഒരു പരിപാടി. അതായത് നമ്മുടെ മയോണൈസൊക്കെ പോലെ മസ്റ്റാർഡ് വെച്ചിട്ടല്ല, സാഫ്രോൺ കുങ്കുമപ്പൂവിൻ്റെ ആയിരുന്നു. മസ്റ്റാർഡ് വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു, സാഫ്രോൺ വെച്ചിട്ടുള്ളതായിരുന്നു. ഞങ്ങൾ സാഫ്രോൺ വെച്ചിട്ടുള്ളത് എടുത്തത്. റൈസ് കൊള്ളില്ലായിരുന്നു ഗൈസ്. റൈസ് നമ്മളെ മറ്റേ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന മറ്റേ ഗോതമ്പ് ഉപ്പുമാവ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോന്നായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നല്ല റൈസായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കിവി ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു. വീണ്ടും കോളേജിലേക്ക് നടക്കണം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു പിയർ റിവ്യൂ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ നമ്മളെപ്പറ്റി എന്താ നമ്മുടെ റിവ്യൂ എന്നുള്ളത്. അതിൽ എനിക്ക് അത്യാവശ്യം എൻ്റെ സ്മൈലിനെ കുറിച്ച് എല്ലാവരും നല്ല കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നല്ല സ്മൈലാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമുക്ക് അന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു ഓൺബോർഡിങ് സെമിനാറിന്റെ. സോ നമുക്കന്ന് ഫ്രീ ഫുഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാ ഫുഡായിട്ടുണ്ടായിരുന്നത്. ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് കഴിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കോളേജിന്റെ വാഷ്റൂം തുറന്നു നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടേ. പിന്നെ ഞാൻ വീട്ടിൽ വന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഗൈസ്. പിന്നെ 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായില്ല. അതുകൊണ്ട് മടി പിടിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല.
3 ദിവസം റെസ്റ്റ് എടുക്കാന്നുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഉറങ്ങി. പിന്നെ ഞാനന്ന് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാ പോയത്. ആ സ്ഥലത്തിന് പേര് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. തിരിച്ചു വന്നപ്പോൾ ഞാൻ അരി വാങ്ങി, കൂടെ മുട്ടയൊക്കെ വാങ്ങി തിരിച്ചു വന്നു ഗൈസ്. ഇത്രയുള്ളൂ. ബൈ ബൈ. ഇനി നാളെ കാണാം.